യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രാജാതിരാജവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. കർത്താവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിന് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിലായിരിക്കുക സർവ്വകൃപാലുമായിരിക്കുന്ന ദൈവം അടിൻ്റെ ജീവിതത്തിലും ഒരുക്കുന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിൻ്റെ കരുതലിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഓരോ ദിവസവും ഓരോ നിമിഷവും അതിശയമായിട്ട് അത്ഭുതകരമായിട്ട് ദൈവം നമ്മെ കരം പിടിച്ച് നടത്തുന്ന എല്ലാ ദൈവത്തിൻ്റെ വഴികളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അതേ ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്ന ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ദൈവം സ്തോത്രം. സ്തുതികളുമേൽ വസിക്കുന്ന ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. ഇപ്പോൾ കാലം സ്തുതിയോടും സ്തോത്രത്തോടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടും കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഇപ്പോൾ കാലം വൻകാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ആമേ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. പ്രിയ ദൈവമക്കളെ, അനുസരിക്കുന്നവരെ ദൈവിക വാഗ്ദത്തത്തിലേക്ക് ദൈവം എത്തിക്കും. സ്തോത്രം. ഇപ്പോൾ കാലം നമ്മുടെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ ഒത്തിരിയുണ്ട്. ലോകത്ത് ജീവിക്കുമ്പോൾ ഭൗതിക വാഗ്ദത്തത്തിനോടൊപ്പം തന്നെ സ്തോത്രം നമുക്ക് വേണ്ടിയുള്ള ഒരു നിത്യതയുടെ വാഗ്ദത്തമാകുന്നു. യേശു കർത്താവ് നമ്മൾ പറയും, ഇതാവുന്നവൻ നിനക്ക് നൽകിയ വാഗ്ദത്തം നിത്യജീവൻ തന്നെ. ഹല്ലേലൂയ. അങ്ങനെ ഈ പ്രിയ ദൈവമക്കളെ, ആ ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് ഞാനും നിങ്ങൾ എത്തണമോ? അതെ, ദൈവം നമുക്ക് സ്വന്തമായി എത്തുവാനായിട്ട് കഴിയത്തില്ല. ദൈവം നമ്മെ സഹായിക്കണം. ദൈവം നമ്മെ അതിലേക്ക് കൊണ്ട് എത്തിക്കണമോ? നാം ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുവാൻ തയ്യാറാകണമെന്ന് തിരുവചനത്തിൽ കാണുന്നു. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നമ്മുടെ മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറേണ്ടതിനായിട്ട് നാം ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുവാൻ തയ്യാറാക്കുക. അവരുടെ മേൽ ദൈവിക വാഗ്ദത്തങ്ങളെ ദൈവം വെളിപ്പെടുത്തി തരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. സംഖ്യാപുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 14-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. എൻ്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവമുള്ളവനാകൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. അവൻ്റെ സന്തതി അത് കൈവശമാക്കും. ആമേ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, കാലേബിനെ പറ്റിയ പറയുന്നത്. സ്തോത്രം. അത് ഇസ്രായേൽ ജനതയെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുവാൻ ദൈവിക വാഗ്ദത്ത പ്രകാരം, അതായത് അബ്രഹാമിനോട് അരുളി ചെയ്തതായ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിലേക്ക് അവരെ എത്തിക്കുവാനായിട്ട്, അതേ സ്തോത്രം, അവരെ പുറപ്പെടുവിച്ച് കൊണ്ടുവരുവാനായിട്ട് ഇടയെ തീർന്നുവെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നു, എൻ്റെ മകനായ കാലേബും യോശുവയ്ക്കുമല്ലാതെ അതിലേക്ക് കടക്കുവാനായിട്ട് കഴിഞ്ഞില്ല. പ്രിയ ദൈവമക്കളെ, നാം ഒത്തിരി പേര് ദൈവിക വാഗ്ദത്തങ്ങൾ കേൾക്കുന്നവരായിരിക്കാം. നമ്മുടെ പേര് ദൈവിക വാഗ്ദത്തങ്ങളുണ്ട്. പക്ഷേ അതിനെ പ്രാപിക്കണമെങ്കിൽ നാം ദൈവത്തെ പൂർണ്ണമായിട്ടും അനുസരിക്കുവാൻ തയ്യാറാക്കണം എന്ന് തിരുവചനത്തിൽ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ സ്തോത്രം 15-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ അബ്രഹാമിനോട് യഹോവയായ ദൈവം പറഞ്ഞ കാര്യത്തെപ്പറ്റി അവിടെ പറയുന്നു. 15-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നു, അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കൊടുക്കുമെന്നുള്ള ദൈവിക വാഗ്ദത്തത്തെ അവിടെ നിറവേറ്റുന്ന പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. പ്രിയതേ മക്കളെ, ഞാനും നിങ്ങൾ ഒത്തിരി ദൈവിക വാഗ്ദത്തങ്ങൾ കേൾക്കുന്നവരാണ്. പക്ഷേ നാം പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ ആയിത്തീർണമെന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അതിനായി നാം പൂർണ്ണമായി ദൈവത്തെ അനുസരിക്കണം. 17-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വത അവകാശമായി തരും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും. ഇവിടെ നമുക്ക് വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിനക്കും നിന്റെ ശേഷം
നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വത അവകാശമായിട്ട്, അപ്പൊ നിശ്ചയമായിരിക്കുന്ന ഒരു അവകാശത്തോടു കൂടി ദൈവം എന്ത് ചെയ്യുന്നു, അവർക്ക് കൊടുക്കുമെന്ന് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൽ കടന്നു വരുമ്പോൾ കാണുന്നു 33-ാമത്തെ 2-ാം വാക്യത്തിൽ പറയുന്നു, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകുമേ, ഞാനൊരു ദൂതരെ നിനക്ക് മുമ്പായി അയക്കും എന്ന് അവിടെ വചനത്തിൽ കാണുന്നു. പ്രിയ ദൈവമക്കളെ, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, അതായത് ദൈവിക വാഗ്ദത്തമായിരിക്കുന്ന കനാൻ ദേശത്തേക്ക് ദൈവം തന്റെ ജനത്തെ അയക്കുന്ന അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ നമുക്ക് കാണുന്നു, കനാനിലേക്ക് 12 ഒറ്റുകാരെ ദൈവം അയക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ 12 പേർ അവിടെ ചെന്ന് ആ ദേശത്തേക്ക് ഒറ്റു നോക്കിയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 40 ദിവസം കൊണ്ട് എന്ത് ചെയ്യുന്നു, അവർ ആ ദേശത്തെ ഒറ്റുനോക്കിയ ശേഷം മടങ്ങി വരുവാനായിട്ട് ഇടയായി തീർന്നു. എന്നിട്ട് അവർ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ആ ദേശമെല്ലാം നല്ല തന്നെ, പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ, അതിലെ ഫലങ്ങളൊക്കെ നല്ല തന്നെ. പക്ഷേ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, എങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവും ഉള്ളതും ആകുന്നു. ഞങ്ങൾ അനാക്കിന്റെ പുത്രന്മാരെ അവിടെ കണ്ടു. പ്രിയ ദൈവമക്കൾ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നമ്മുടെ മേൽ കിടക്കുന്ന ദൈവീക വാഗ്ദത്തങ്ങൾ ഉണ്ട്. സ്തോത്ര ഹല്ലേലൂയ. പ്രത്യേകിച്ച് നമുക്കറിയാം, നമുക്ക് വേണ്ടി ദൈവം തന്ന വാഗ്ദത്തമാകുന്നു, ഇതാവുന്ന അവൻ നിനക്ക് നൽകിയ വാഗ്ദത്തം നിത്യജീവൻ തന്നെ. ആ ഒരു നിത്യജീവനെ പ്രാപിക്കണമെങ്കിൽ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. നമുക്ക് മുമ്പിൽ ഒത്തിരി പ്രതിസന്ധികളും ഉണ്ട് എന്ന് തിരുവചനത്തിൽ കാണുന്നു. ഇവരോടുള്ള ദൈവിക വാഗ്ദത്തം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇസ്രായേൽ ജനം അവിടെ നിന്ന് കടന്നു വരുന്ന സാഹചര്യത്തെ, അവരുടെ മുമ്പിലുള്ള പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും മാറയുടെ അനുഭവങ്ങളെ, ചെങ്കടിന്റെ അനുഭവത്തൊക്കെ ദൈവം മാറ്റിക്കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷേ അവിടെ കാണുവാൻ സാധിക്കുന്നു, ഈ ഒരു സാഹചര്യത്തിൽ വന്നപ്പോ അവിടെ പോയി ഒറ്റ നോക്കിയവർ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്ര, അവർ ഭയപ്പെട്ട് ചിലതിനകത്തുനിന്ന് മാറിപ്പോകുന്ന, അവിടെയുള്ള ജനത്തെ കണ്ട് മാറിപ്പോകുന്ന ഒരു അനുഭവത്തെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ പറയും, ദേശത്ത് പാർക്കുന്ന ജനം വളരെ ബലവാന്മാരാണ്, പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവും ഉള്ളവയാകുന്നു. ഞങ്ങൾ അനാക്കിന്റെ പുത്രന്മാരെ കണ്ടു. അവിടെയുള്ള ചില അനുഭവങ്ങളെ കണ്ടുകൊണ്ട് ഭയപ്പെട്ട് മാറി വരുന്ന ഒരു അനുഭവം കാണുമ്പോൾ അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് കാലേബ് പറയുന്ന, ഈ 12 പേരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു കാലേബും യോശുവയും. അതിൽ കാലേബ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി, നാം ചെന്നു അത് കൈവശമാക്കുക, അത് ജയിക്കുവാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ച് പറയട്ടെ, പ്രിയ ദൈവമക്കളെ, നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന പ്രശ്നങ്ങളെയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സാഹചര്യങ്ങളെ നാം നോക്കാതെ വേണം ദൈവത്തിൽ നാം ആശ്രയിക്കുവാൻ തയ്യാറായ, ദൈവത്തെ നാം പൂർണ്ണമായി അനുസരിക്കുവാൻ തയ്യാറായ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവിക വാഗ്ദത്തത്തിലേക്ക് കയറുവാനായിട്ട് കഴിയും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി. ജനം ഇങ്ങനെ പറഞ്ഞു, അവിടെയുള്ള ജനത്തെ വർണ്ണിച്ചു കൊണ്ടിരിക്കുമ്പോ അവരോട് നമുക്ക് ജയിക്കുവാൻ കഴിയില്ല, അവരോട് യുദ്ധം ചെയ്യുവാൻ കഴിയില്ല, അതിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ കഴിയില്ല എന്ന് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കാലേബ് അതിനെ അമർച്ച ചെയ്തിട്ട് പറയുന്നുണ്ട്, നാം ചെന്ന് അതിനെ കൈവശമാക്കുക. പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നമ്മുടെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ ഞാനും നിങ്ങളും കൈവശമാക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ മേൽ ഉണ്ട്. സ്തോത്ര. അതുകൊണ്ട് വചനത്തിൽ പറഞ്ഞ്, എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ചെന്ന് എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ കഴിയാതെ പലതും നമ്മുടെ മുമ്പിൽ പ്രതികൂലമായി നിൽക്കുമ്പോ, പല വെല്ലുവിളികൾ ഉയരുമ്പോ, പല ശക്തികളും നമുക്കെതിരായി നിൽക്കുമ്പോ അതിനെ കണ്ട് നാം ഭയപ്പെട്ട് ഓടിക്കുകയല്ല, നാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്. കാലേബ് എന്ത് ചെയ്തു? ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറായി, ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്ന. സ്തോത്ര. ഇവരുടെ വിശ്വാസം എന്ത് ചെയ്യുന്നു? കാലേബിന്റെ യോശുവയുടെ വിശ്വാസത്തെ സ്പഷ്ടമായിട്ടും അതിന് വിപരീതമായിരുന്നു. കാലേബിനും യോശുവയ്ക്കും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, നമുക്കതിനെ കൈവശമാക്കുവാനായിട്ട് കഴിയാം, ദൈവം അതിന് നമ്മോട് കൂടെയിരിക്കും. അവിടെ അതാ പറയുന്നത്, നാം ചെന്നതിനെ കൈവശമാക്കുക, അത് ജയിക്കുക നമുക്ക് കഴിയും. സ്തോത്ര ഹല്ലേലൂയ. ഈ പകൽക്കലം പ്രിയ ദൈവമക്കളെ, നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, നാം ചിലതിനെ ജയിക്കും. ജയിക്കുന്നവന് വേണ്ടി കിരീടം കൊടുക്കുന്നത്, ജയിക്കുന്നവന് വേണ്ടി വാഗ്ദത്തത്തെ കൊടുക്കുന്നതായ സർവശക്തനായ ദൈവം അവിടെ പറയുന്നുണ്ട്, അത് ജയിക്കുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ.
ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പ്രിയതേ മക്കളെ, ഏത് പ്രയാസഘട്ടത്തെയും നമുക്ക് ജയിക്കുവാനായിട്ട് കഴിയും. നമുക്ക് ചിലതിനെ ചെന്ന് കൈവശമാക്കുവാനായിട്ട് കഴിയും. ഈ ഒരു അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ കാലേബിനോട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യഹോവയ ദൈവം പറയുന്ന ഒരു കാര്യമാണ്. കാലേബ് എന്നുള്ള ഒരു പേര് മാറ്റിയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ പേരിനോടൊപ്പം ഒരു വാക്കുകൂടി അവിടെ കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്, എന്റെ ദാസനായ കാലേബോ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നാം ദൈവത്തെ പൂർണ്ണമായിട്ട് അനുസരിക്കുവാൻ തയ്യാറായ, അതേ സ്തോത്രം, നാം ദൈവത്തെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുവാൻ തയ്യാറായ, ദൈവത്തിൻ്റെതാക്കി നമ്മെ മാറ്റുവാനായിട്ടിടയത്തിനും എന്റെ ദാസനായ കാലേബോ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, കർത്താവ് പറയും, ഇത് എന്റെ മകനാ, എന്റെ മകളാ. ഹല്ലേലൂയ. ആ പേര് കേൾക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടേതെന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് എന്റെ ദാസനായ കാലേബോ. ഹല്ലേലൂയ. ദൈവം അവന്റെ പേരിനെ തന്നെ ഇവിടെ ചേഞ്ച് ചെയ്യുന്ന അനുഭവത്തിൽ കാണുവാൻ സാധിക്കുന്നു. എന്റെ ദാസനായ കാലേബോ, അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ട്. പ്രിയതേ മക്കളെ, കാലേബിന് മറ്റൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്താ കാലേബിന്റെ സ്വഭാവം എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അവൻ ദൈവഭക്തിയോടും എന്ത് ചെയ്യുന്നു, ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ചെയ്തു. ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈ പകൽക്കാലം നമ്മുടെ ആശ്രയം എവിടെയാണ്? നാം ദൈവത്തിലാണോ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നത് എന്നീ പകൽക്കാലം ചിന്തിക്കുക. നമ്മുടെ മുമ്പിൽ ശത്രു നിന്ന് വെല്ലുവിളിക്കും ദൈവിക വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാം. പക്ഷേ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നാം അതിലേക്ക് നോക്കാതെ നാം ദൈവത്തിലേക്ക് ഒന്ന് നോക്കുവാൻ തയ്യാറാക്കണം. സ്തോത്ര. നമ്മുടെ ആശ്രയം പൂർണ്ണമായിട്ടും ദൈവത്തിൽ വയ്ക്കുവാനായിട്ടിടയെത്തുന്ന ഇവിടെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ മറ്റൊരു സ്വഭാവം ഉള്ളത് കൊണ്ട്. സ്തോത്രം. എന്നെ പൂർണ്ണമായി അനുസരിച്ചു കൊണ്ട്. രണ്ട് കാര്യം, അവനെ ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത ദൈവവുമായിട്ടുള്ള, അവന് ദൈവത്തിലുള്ള ഒരു പൂർണ്ണമായ വിശ്വാസം അവന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. മറ്റൊന്ന് പറയുന്നുണ്ട്, എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ട്. പ്രിയ ദൈവമക്കളെ, എന്തെങ്കിലും ഒരു വിടുതന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയോ നാം ദൈവത്തെ അനുസരിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, നാം പൂർണ്ണമായിട്ട് ഹൃദയംഗമായിട്ട് നാം ദൈവത്തെ അനുസരിക്കണം. ഈ പൽക്കാലം ദൈവം നമ്മുടെ മേൽ പകരപ്പെട്ടത് ചിലത് പ്രാപിച്ചെടുക്കണമെങ്കിൽ പ്രിയ ദൈവമക്കളെ, നാം പൂർണ്ണമായി ദൈവത്തെ അനുസരിക്കുന്നവരായി തീരണം. സ്തോത്ര. ഹല്ലേലൂയ. അതുകൊണ്ട് ശമൂവേലിന്റെ പുസ്തകത്തിൽ പറയുന്ന, അനുസരിക്കുന്ന യാഗത്തെക്കാൾ ശ്രദ്ധിക്കുന്ന കുഞ്ഞാടുകളുടെ മേധസ്സുകൾ എത്രയോ ഉത്തമമെന്ന്. ഹല്ലേലൂയ. നാം അനുസരിക്കുവാൻ തയ്യാറാക്കുന്നവർക്ക് വേണ്ടി ദൈവിക വാഗ്ദത്തങ്ങൾ അവരുടെ ജീവിതത്തിൽ നിറവേറേണ്ടതിനായിട്ട് ദൈവം അവർക്ക് കൃപ കൊടുക്കും, ദൈവം അവർക്ക് ശക്തി കൊടുക്കുക. അത് ഈ പകൽക്കാലം പ്രിയ ദൈവമക്കളെ, നാം ദൈവത്തോട് മത്സരിക്കുന്ന ഒരു അനുഭവത്തിലല്ല. സ്തോത്ര. എന്റെ മേലുള്ള വാഗ്ദത്തം നിറവേറിയില്ല, വിടുതൽ നടന്നില്ലെന്ന് പറഞ്ഞ് നാം ദൈവത്തോട് മത്സരിക്കുകയല്ല, നാം ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറാക്കണം. അതേ സ്തോത്ര. ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ ശനി പൂർണ്ണമായിട്ട് കർത്താവിന്റെ ശനി വിധേയപ്പെടുത്തി കൊടുക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ചിലതൊക്കെ നമുക്ക് കൈവശമാക്കുക, ചിലതൊക്കെ നമുക്ക് അവകാശമാക്കി എടുക്കുക. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ, ഹല്ലേലൂയ, ദൈവം നമ്മുടെ മേൽ പകരുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. അതേ സ്തോത്രം. മറ്റുള്ളവരുടെ അനുസരണക്കേട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരുടെ അനുസരണക്കേട് ദൈവകോപവും മരണവും നാശവും കനാൻ ദേശത്തെ പ്രവേശിക്കുന്നതിനോട്ടുള്ള എന്ത് ചെയ്യുന്നു, പരാജയവും ദൈവിക സ്വസ്ഥതയും നഷ്ടപ്പെടുവാനായിട്ട് ഇടയായി തീർന്നപ്പോ അനുസരിച്ച കാലേബിന്റെ മേൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവന്റെ തലമുറയുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. എന്താ കാണുവാനായിട്ട് സാധിക്കുന്നത്? സ്തോത്ര. ഹല്ലേലൂയ. അതേ സ്തോത്ര. അവന്റെ ജീവിതത്തിൽ നിന്ന് ദൈവകോപം മാറുവാനായിട്ട് ഇടയായി തീർന്നു, മരണം മാറുവാനായിട്ട് ഇടയായി തീർന്നു, നാശം മാറുവാനായിട്ട് ഇടയായി തീർന്നു. കനാൻ ദേശത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇവർക്ക് അവകാശം ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതുമാത്രമല്ല, ദൈവിക സ്വസ്ഥ
സ്വസ്ഥതയും അവർക്ക് പ്രാപിക്കുവാനായിട്ട് ഇടയെത്തുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, ഈ പൽക്കാലം ദൈവികമായ വിടുതലുകൾ പ്രാപിക്കണമോ? ദൈവികമായ സ്വസ്ഥതയെ നാം ജീവിക്കണമോ? ദൈവികമായിരിക്കുന്ന സ്തോത്ര ഹല്ലേലൂയ, ദൈവത്തിന്റെ കോപം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് ഞാനും നമ്മുടെ തലമുറകൾ കയറണമെങ്കിൽ സ്തോത്രം നാം ദൈവത്തെ പൂർണ്ണമായിട്ട് അനുസരിക്കുവാൻ തയ്യാറാക്കണം. അനുസരിക്കുന്നവർക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് ഇടയെത്തുക. ഇവിടെ കാലേബ് ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചു. അല്പമായിട്ട് അനുസരിച്ചു എന്നല്ല കാണുവാൻ സാധിക്കുന്നത്. അവൻ പൂർണ്ണമായിട്ടും എന്നെ അനുസരിച്ചത് കൊണ്ട് അവൻ പോയിരുന്ന ദേശത്തേക്ക്, ഏത് ദേശം? അബ്രഹാമിനോട് യഹോവയെ ദൈവം പറഞ്ഞ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് കാലേബിന് പ്രവേശിക്കുവാനായിട്ട് ഇടയായി തീർന്നുവെക്ക്. നമ്മോടുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറണമോ? നമ്മോടുള്ള ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് ഞാനും നിങ്ങൾ കാലെടുത്തു വെക്കണമോ? പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങൾ പൂർണ്ണമായിട്ടും ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറാകണം. സ്തോത്രം ഹല്ലേലൂയ. പിറുപിറുക്കുന്നവരെ ദൈവം വാഗ്ദത്തത്തിലേക്ക് എത്തിക്കത്തില്ല. അതേ സ്തോത്രം, ദൈവത്തോട് കോപിക്കുന്ന, അതുകൊണ്ട് വചനത്തിൽ കാണുവാൻ സാധിക്കുന്ന ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിനെ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഈ പൽക്കാലം പ്രിയ ദൈവമക്കളെ, നമ്മുടെ മേൽ എവിടെയെങ്കിലും ദുഷ്ടഹൃദയം, ദൈവത്തിന്റെ വചനത്തോട് വിഘടിക്കുന്ന, ദൈവത്തോട് വചനത്തോട് എതിർത്ത് നിൽക്കുന്ന ദുഷ്ടഹൃദയം നമ്മുടെ മേൽ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ നാം നാശത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കർത്താവിന്റെ സന്നി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിനോട് പറയുക, ഈ ദുഷ്ടഹൃദയം എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തന്ന് ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു നല്ല ഹൃദയം എന്റെ മേൽ പകർന്നു തന്ന് ദൈവം എന്നെ വഴി നടത്തണമേ എന്ന് പറഞ്ഞ് നാം ദൈവസന്നി പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കാം. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ട് അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. ആ ദേശത്തേക്ക് എത്തിക്കേണ്ടതിന് വേണ്ടി എന്താ ചെയ്തതെന്ന് പുറപ്പാട് പുസ്തകത്തിൽ ഞാൻ പറയുവാനായിട്ട് ഇടയായി തീർന്നു. പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകുവേ, ഞാനൊരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കും. സ്തോത്രം. അതെ, ആ വാഗ്ദത്തം പ്രാപിക്കുന്നതിന് തടസ്സമായിട്ട് നിന്റെ മുമ്പിൽ നിൽക്കുന്നതിനൊക്കെ ദൈവം ഓട്ടിക്കും. അവിടെ കാണുന്നു, കനാന്യർ, അമോന്യർ, ഹിത്യർ, ഫെരിസ്തർ, ഹിവ്യർ, എബുസർ എന്നിവരെ ഞാൻ ഓടിച്ചു കളയും. എന്തുകൊണ്ട്? ദൈവത്തെ അനുസരിച്ച ഒരു ദൈവ പൈതന്റെ മുമ്പിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ദൂതനെ ദൈവം നിനക്ക് വേണ്ടി അയക്കും. ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിക്കേണ്ടതിനായിട്ട്, ദൈവിക വിടുതൽ പ്രാപിക്കേണ്ടതിനായിട്ട് നിനക്ക് വേണ്ടി ദൈവം തന്നെ ദൂതനെ നിനക്ക് മുമ്പായിട്ട് അയക്കുവാനായിട്ട് ഇടയെത്തിര. ആ ദൂതൻ നിനക്ക് മുമ്പായി കടന്നുപോയി ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രക്കഥകളെ തകർക്കുകയും ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. ഹല്ലേലൂയ. അതെ, ആ ദൂതൻ നിനക്ക് മുമ്പായി കടന്നുപോയി നിനക്ക് വിരോധമായി കടന്നു വരുന്ന സകല പ്രതികൂലത്തെയും തകർത്ത് കളയുവാനായിട്ട് ഇടയായിത്തീര. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, അവർക്ക് പ്രതികൂലമായി നിന്ന സകലതിനെ, അവർക്ക് ശത്രുക്കളായി നിന്ന സകലതിനെയും എന്ത് ചെയ്യുന്നു? അവരെ ഓടിച്ചു കളയും. ഹല്ലേലൂയ. ഈ പകൽക്കാലം ദൈവിക വാഗ്ദത്തത്തിലേക്ക് കയറാൻ കഴിയാതെ നിന്നെ പിറകിലേക്ക് പിടിച്ചു നിർത്തുമ്പോ ചിലതിനെ ഓട്ടിച്ച് കളയണമോ? നീ ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറാക, ദൈവത്തിൽ വിശ്വസിക്കുവാൻ തയ്യാറാക, ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുവാൻ തയ്യാറാക. എന്റെ ദാസനായ കാലേബോ അവന് മറ്റൊരു സ്വഭാവം ഉള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ട് അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കാം. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നീ ആഗ്രഹിച്ച ചില തുറമുഖങ്ങളില്ലേ, നീ കേട്ടതായ ചില ദൈവിക ശബ്ദങ്ങളില്ലേ, അവിടേക്ക് എത്തിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം നമ്മുടെ അരികത്തുണ്ട്. ആ ദൈവം അവിടേക്ക് കാറ്റും കോളും പേമാരികളും ഒക്കെ മാറ്റിവെച്ചിട്ട് അതിലേക്ക് അമർച്ച ചെയ്തിട്ട് നിന്നെ അവിടെ എത്തിക്കുവാനായിട്ട് ഇടയെത്തിരും. ഹല്ലേലൂയ. അതുകൊണ്ട് പറയുന്നത്, ശാന്തത വന്നത് കൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്തേക്ക് ദൈവം അവരെ എത്തിച്ചു. ഹല്ലേലൂയ. അതേ, കാലേബിനും യോശുവയ്ക്കും അല്ലാതെ ആ കനാൻ ദേശത്തിലേക്ക് അബ്രഹാമിനോട് പറഞ്ഞതായ ആ ദൈവിക വാഗ്ദത്തത്തിലേക്ക്, അതേ ഇവരോട് പറഞ്ഞതായ ആ ദൈവിക വാഗ്ദത്തത്തിലേക്ക് ഇവർക്ക് മാത്രമേ കടക്കുവാൻ കഴിഞ്ഞുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നാം മത്സരിക്കുന്നവരുടെ കൂട്ടത്തിലല്ല, സ്തോത്രം, അനുസരിക്കുന്നവരുടെ ഒരു കൂട്ടത്തിലേക്ക് ഞാനും നിങ്ങളും ആകുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ ബ്ലെസ്സിങ്ങിലേക്ക് ദൈവം നമ്മെ വലിച്ചടിപ്പിക്കുവാനായിട്ട് ഇടയത്തീര, ദൈവം നമ്മെ കൊണ്ട് എത്തിക്കുവാനായിട്ട് ഇടയായിത്തീര. അവിടെ കാണുവാൻ സാധിക്കുന്നു. അത് മാത്രമല്ല, അവന്റെ സന്തതി അത്
കൈവശമാക്കും. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, നമ്മുടെ സന്തതികൾ ദൈവിക വാഗ്ദത്തങ്ങളെ കൈവശമാക്കണമോ? ഞാനും നിങ്ങളും ദൈവത്തിൽ ആശ്രയിച്ച് മറ്റാർക്കുമില്ലാത്തൊരു സ്വഭാവത്തിന് ഉടമയായിട്ട് സ്തോത്രം ഞാനും നിങ്ങൾ മുന്നേറേണ്ടത് ഉണ്ട്. ഹല്ലേലൂയ. നാം ചിലത് ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ തലമുറകൾ, ഹല്ലേലൂയ, നമ്മുടെ ജനറേഷൻ എന്ത് ചെയ്യുന്നു? അതിനെ അവകാശമാക്കും, കൈവശമാക്കും. അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതെ, അവന്റെ സന്തതി. ആരുടെ സന്തതി? ദൈവത്തെ അനുസരിച്ചവന്റെ സന്തതി, മറ്റൊരു സ്വഭാവത്തിന് ഉടമയായവന്റെ സന്തതി എന്ത് അവകാശമാക്കും? അതേ സ്തോത്രം. ഹല്ലേലൂയ. അതേ, ദൈവിക വാഗ്ദത്തങ്ങൾ കൈവശമാക്കും. ഹല്ലേലൂയ. പാലും തേനും ഒഴുകുന്ന ദേശങ്ങൾ, ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മുടെ തലമുറകൾ കൈവശമാക്കണമോ? ഞാനും നിങ്ങളും ചില വില കൊടുക്കണം. ഹല്ലേലൂയ. ഈ കടന്നുപോയ 12 പേർ, 10 പേർ അവിടെയുള്ള ജനത്തെ വലിപ്പം കണ്ട് കാണിക്കുവാനായിട്ട് ഇടയെത്തുന്നപ്പോ കാലേബ് ചെയ്തൊരു കാര്യമുണ്ട്. ഇസ്രായേലിൽ നിന്ന് ഇതുവരെ പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന ദൈവത്തെ വലിയവനായി കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയതേ മക്കളെ, ശത്രുവിനെ കണ്ട്, നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ശത്രുവിനെ നീ വലിപ്പമുള്ളവനായിട്ട് കണ്ടുകൊണ്ട്, നീ പലതിനും കൂട്ടാക്കി നിന്നുകൊണ്ട്, അതേ, പലതും ആരും കാണുന്നില്ല എന്ന് പറഞ്ഞ് പലതിലേക്കും പോകുമ്പോ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ തലമുറകളുടെ മേൽ വെളിപ്പെടേണ്ട പലതും നഷ്ടമായി പോകും. ഞാനും നിങ്ങളും അറിയാതെ ഈ പകൽക്കാലം നമ്മുടെ തലമുറകൾ ചിലത് കൈവശമാക്കണമോ? ദൈവിക വാഗ്ദത്തത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ട് എത്തിക്കണമോ? ഞാനും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തെ പൂർണ്ണമായിട്ട് അനുസരിക്കുവാൻ തയ്യാറാക്കുക, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുവാൻ തയ്യാറാക്കുക. അതേ സ്തോത്ര. ഹല്ലേലൂയ. ചെങ്കടലിനെ 2ആയിട്ട് വിഭാഗിച്ചു കൊടുത്തതായ ദൈവം, അതേ സ്തോത്ര. ഹല്ലേലൂയ. മന്നയെ കൊടുത്തതായ ദൈവം, ഹല്ലേലൂയ. അതേ സ്തോത്രം. കുടിക്കുവാൻ വെള്ളം കയ്പായി തീർന്നപ്പോ ആ വെള്ളത്തെ മധുരമാക്കി കൊടുത്തതായ ദൈവത്തെ വലിപ്പം കുറച്ച് കണ്ടിട്ട് അവിടെ ഉള്ള ജനത്തെ എന്ത് ചെയ്യുന്നു? വലുത് അതവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അമാലേക്ക് ദേശത്ത് പാർക്കുന്ന ഹിത്യരും അമോന്യരും ഒക്കെയും എന്ത് ചെയ്യുന്നു? അവര് വലിപ്പമുള്ളവരെ പറയുന്നു. എങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരാണ്. ദേശം കൊള്ളാം. ദൈവം പറഞ്ഞത് ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നമ്മോടുള്ള ദൈവിക വാഗ്ദത്തം ഞാൻ പറഞ്ഞല്ലോ. ഇതാവുന്നവ നിനക്ക് നൽകിയ വാഗ്ദത്തം നിത്യജീവൻ തന്നെ. പ്രിയതേ മക്കളെ, അത് നല്ല ദേശമാ, അത് നല്ലൊരു ഹല്ലേലൂയ അനുഭവമാണ്. പക്ഷേ അത് പ്രാപിക്കണമെങ്കിൽ ചിലതൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് കയറേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്. ആ ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പുള്ളവരും വലിപ്പവും ഉള്ളവയാക്കുന്നു. ഞങ്ങൾ അനാക്യന്റെ പുത്രന്മാരെയും അവരെ കണ്ടു. പലതിനെ കാണും. സ്തോത്രം. നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവർക്ക് അവിടേക്ക് കയറുവാനായിട്ട് കഴിഞ്ഞില്ല. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ലോകത്ത് വേണ്ടതൊക്കെ ഇസ്രായേൽ ജനതയ്ക്ക് കൊടുത്തതുപോലെ, പ്രിയതേ മക്കളെ, നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാവും. നമുക്ക് വേണ്ടതൊക്കെ ദൈവം തമ്പുരാൻ തരും. ഒന്നിനും ദൈവം കുറവ് വരുത്തുകയല്ല. പക്ഷേ ചിലതിനെ കൈവശമാക്കുവാൻ ദൈവം നമ്മിൽ ചിലത് ഏൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. അതിനായിട്ട് നാം എന്ത് ചെയ്യണം? ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കണം, ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കണം. ഹല്ലേലൂയ. എല്ലാവർക്കുമുള്ള ഒരു സ്വഭാവത്തിന്റെ അടിമയായി അല്ലെങ്കിൽ ഒരു ഉടമയായി തീരാതെ ഒരു ദൈവ പൈതൽ മറ്റൊരു സ്വഭാവത്തിന് ഉടമയായി തീരണം. അതുകൊണ്ട് പറയും, എന്റെ കാലേബോ, അവന് മറ്റൊരു സ്വഭാവമുണ്ട്. ആർക്കും പറയാൻ പറ്റാത്ത മറ്റൊരു സ്വഭാവം. എന്താ? ദൈവത്തെ. അവിടെ കാലേബ് പറഞ്ഞ ഒരു കാര്യമാണ്. അതെ, നാം ചെന്ന് അത് കൈവശമാക്കുക. അത് ജയിക്കുവാൻ നമുക്ക് കഴിയും. ചിലതിനെ നമുക്ക് ജയിക്കാൻ കഴിയും. കാരണം എന്താ? അനുസരിക്കുന്നവന് ഒരു ഉറപ്പുണ്ട്, ദൈവത്തിൽ വിശ്വസിക്കുന്നവന് ഒരു ഉറപ്പുണ്ട്. ദൈവം എൻ്റെ കൂടെ ഇരിക്കും. ദൈവം നമുക്ക് അനുകൂലമാക്കി പ്രതികൂലമാർ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായിത്തീരും. പ്രിയതേ മക്കളെ, സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നമുക്ക് ചിലതൊക്കെ പ്രാപിക്കുവാൻ, അത് ജയിക്കുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. അതേ, നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ ജയിക്കുവാൻ നമുക്ക് കഴിയും. അതിനെ ജയിച്ച് ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ
നമുക്ക് കഴിയുമെന്ന് ഈ പകൽക്കാലം നാം ഉറച്ച് വിശ്വസിക്കുക. അപ്രകാരം നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, സ്തോത്ര ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിനകത്തുനിന്ന് ആ വിശ്വാസത്തെ പൂർണ്ണമായിട്ട് എടുത്തു കളയണം. നമ്മുടെ കരം പിടിച്ചിരിക്കുന്നത് ആരാണെന്നുള്ളൊരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സ്തോത്ര ഹല്ലേലൂയ. അതേ, സ്തോത്രം ഹല്ലേലൂയ. കാലേബും യോശുവയും വിശ്വാസത്തിന്റെ ഉത്തമ ദൃഷ്ടാന്തമായിട്ട് അവർ പറഞ്ഞു, അമാലേക്യരുണ്ട്, കനാന്യരുണ്ട്, സ്തോത്രം ശരിയാണ്, പക്ഷേ നാം അവരെ ജയിക്കും. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നമ്മുടെ മുമ്പിലുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ ഒത്തിരി അമാലേക്യരും കനാന്യരൊക്കെ അവിടെ കാണുമായിരിക്കും. പക്ഷേ ദൈവ പൈതലേ, നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. നാം ഇതിനെയൊക്കെ ജയിച്ച് ദൈവമുഖ്യ വാഗ്ദത്തത്തിലേക്ക് ദൈവം നമ്മെ എത്തിക്കുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം അവിടെ കാണുന്നു. നീ ചെന്ന് അതിനെ നാം ചെന്നു അതിനെ കൈവശമാക്കുക. ഹല്ലേലൂയ. അത് ചിലതൊക്കെ കൈവശമാക്കാതിരിക്കുവാൻ പലതും നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോ നാം അതിനെ മാറ്റി നിർത്തിയിട്ട് എന്ത് ചെയ്യണം? അതിനെ നാം പ്രാപിക്കുവാനായിട്ട് ഒരുങ്ങണം. അത് അവിടെ പറഞ്ഞത്. സ്തോത്രം. ആ അനുസരിച്ച അല്ലെ മറ്റൊരു സ്വഭാവത്തിന് ഉടമയായിരുന്ന കാലേബിനെ പറ്റി യഹോവയെ ദൈവം പറഞ്ഞത്, അവൻ അനുസരിച്ചത് കൊണ്ട് അവൻ പോയിരുന്ന ദേശം ഞാൻ അവനെ എത്തിക്കും. ഹല്ലേലൂയ. അതേ, സ്തോത്രം. അത് മാത്രമല്ല, അവന്റെ സന്തതി അത് കൈവശമാക്കും. നാമും നമ്മുടെ സന്തതികളും അനുഗ്രഹം പ്രാപിക്കണമോ, അതേ ദൈവിക വാഗ്ദത്തത്തിലേക്ക് എത്തണമോ, നമ്മുടെ സന്തതിക ദൈവിക വാഗ്ദത്തം കൈവശമാക്കണമോ? പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങൾ മത്സര ഗ്രഹങ്ങളായി തീരാതെ, ദൈവത്തോട് കോപിക്കുന്നവരിലേക്ക് വിഘടിക്കുന്നവരായി തീരാതെ, നാം ദൈവത്തെ അനുസരിച്ചു കൊണ്ട് പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ദൈവിക വാഗ്ദത്തത്തിലേക്ക് ദൈവം നമ്മെ, നമ്മുടെ തലമുറകളെ എത്തിക്കുവാനായിട്ടിടയത്തിനോ. അതേ, സ്തോത്ര ഹല്ലേലൂയ. അനേകം പരിശ്രയിച്ച് കടന്നു വന്നു. പക്ഷെ കാലേബിനും യോശുവയ്ക്കും മാത്രമേ അബ്രഹാമിനോട് പറഞ്ഞതായ പാലും തേനും ഒഴുകുന്ന ദേശത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞുള്ളൂ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ മുമ്പാകെ നമുക്ക് വേണ്ടി കർത്താവ് ഭവനം ഒരുക്കുവാനായിട്ട് കടന്നു പോയിരിക്കുന്നു. ഭവനം ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിനെ നിങ്ങളെ ചേർക്കാൻ വരുമെന്ന് പറയുമ്പോ ആ കർത്താവിനോട് കൂടെ ഞാനും നിങ്ങൾ ചേർക്കപ്പെടണമോ? കർത്താവിന്റെ കൂടെ ഞാനും നിങ്ങൾ അവിടെ എത്തണമോ? നമ്മുടെ ജീവിതത്തിനകത്ത് മറ്റൊരു സ്വഭാവം ഉണ്ടാക്കണം. ഹല്ലേലൂയ. അതെ, മറ്റൊരു സ്വഭാവം ഉണ്ടാക്കണം. നാം ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുവാൻ തയ്യാറാക്കണം. നാം, സ്തോത്രം ഹല്ലേലൂയ, ഇപ്രകാരം നാം മുന്നോട്ട് പോകുന്ന അനുഭവത്തിലല്ല. അതേ, ലോകം പോകുന്നതിന്റെ പിറകെ പോകുന്നവർക്ക് ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് എത്തുവാൻ കഴിയില്ല. ദൈവിക കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ദൈവം എന്തു പറയുന്നു അതനുസരിക്കുന്നവർ അതിനെ അവകാശമാക്കിയെടുക്കും. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നാം അനുഗ്രഹിക്കപ്പെടണമോ? നാം ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് എത്തിച്ചേരണമോ? നമ്മുടെ തലമുറകൾ ദൈവിക വാഗ്ദത്തങ്ങളെ കൈവശമാക്കണമോ? ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നാം ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുവാൻ തയ്യാറാക്കുക. ദൈവത്തെ അനുസരിക്കുന്നവരെ ദൈവിക വാഗ്ദത്തത്തിലേക്ക് ദൈവം എത്തിക്കും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ ലൈവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് അവരുടെ സന്തതികൾ ദൈവിക വാഗ്ദത്തങ്ങൾ കൈവശമാക്കത്തക്ക രീതിയെ പരിശുദ്ധാത്മാവെ തന്റെ ജനത്തിന് അവിടെ നിന്ന് കൃപ കൊടുക്കണമേ. ഞങ്ങൾ മത്സരിക്കുന്നവരുടെ കൂട്ടത്തിലല്ല, ഞങ്ങൾ പിറുപിറുക്കുന്നവരുടെ കൂട്ടത്തിലല്ല, അങ്ങയോട് കോപിക്കുന്നവരുടെ കൂട്ടത്തിലല്ല കർത്താവേ, അങ്ങേ അനുസരിക്കുന്നവരുടെ കൂട്ടത്തിൽ മറ്റൊരു സ്വഭാവം, ആർക്കും പകരം വയ്ക്കാത്ത മറ്റൊരു സ്വഭാവത്തിന് ഉടമയായിട്ട് പൂർണ്ണമായി അങ്ങേലുള്ള വിശ്വാസത്തോടു കൂടെ, പൂർണ്ണമായി അങ്ങേലുള്ള അനുസരണയോട് കൂടെ ഞങ്ങൾ ചിലതേക്ക് എത്തിച്ചേരുക. ഞങ്ങളുടെ തലമുറകൾ ചിലത് കൈവശമാക്കുക. സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമേ. തന്റെ ദൂതനെ ഞങ്ങൾക്ക് വേണ്ടി മുമ്പായിട്ട് അയക്കണമേ. ഞങ്ങളുടെ മുമ്പിലുള്ള ചില ശത്രു മണ്ഡലങ്ങളെ ദൈവം ഞങ്ങളുടെ മുമ്പിൽ നിന്ന് ഓട്ടിച്ചു കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഇത് ചിലത് കൈവശമാക്കുന്ന പകൽക്കാലമായി തീരട്ടെ. ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് എത്തുന്ന പകൽക്കാലമായി തീരട്ടെ. പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന വിഷയങ്ങളുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. ഈ പൽക്കാലം ദൈവിക വിടുതലുകൾ നടക്കട്ടെ. ദൈവിക പ്രവർത്തികൾ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. കർത്താവേ,
ഉറപ്പും ധൈര്യത്തോടും ആയിരിക്കട്ടെ. ചിലതിനെ കൈവശമാക്കുവാൻ, ചിലതിനെ ജയിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുമെന്നുള്ള ഒരു ഉറപ്പ്, ധൈര്യം കർത്താവേ തന്റെ ജനത്തിന്റെ ഈ പകൽക്കാലം ഇടുന്നതിനായ സ്തോത്രം. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായ സ്തോത്ര. മാനവും മഹത്വവും അങ്ങേക്കായി തരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.